ട്രിപ്പിൾ ഓം ശാന്തി. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. അപ്പോൾ നമുക്ക് ജ്ഞാനം തരുന്നത് ബ്രഹ്മാവിലൂടെയാണല്ലോ. ബ്രഹ്മാവിന് തെറ്റെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവില്ലേ? പക്ഷെ അത് ഇങ്ങനെ കണ്ട് അത് വിശകലനം ചെയ്ത് ജീവിതത്തിൽ ഡ്രാമയിൽ അവനവൻ്റെ പാർട്ടില്ലാതെയാക്കുക. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാതിരുന്നാൽ മതി. ബ്രഹ്മാവിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, അമ്മയ്ക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അവസാനം ബാബ അങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കാര്യം പറയുമ്പോൾ ആർക്കും തെറ്റ് പറ്റും. ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ തെറ്റ് പറ്റും. അത് ക്ലിയർ ആക്കലാണ്. ഒരു ജന്മത്തിൽ എവിടെയാണോ മിസ്റ്റേക്സുകൾ സംഭവിച്ചിട്ടുള്ളത് അത് അടുത്ത ജന്മമാകുമ്പോഴേക്കും ക്ലിയർ ആക്കലാണ്. എങ്ങനെ ക്ലിയർ ആക്കണം? അതിനല്ലേ ബ്രഹ്മാവ് കൃഷ്ണനായിട്ട് വരുന്നു. കൃഷ്ണനായിട്ട് വന്ന് 16 വർഷത്തോളം കഴിയുമ്പോഴല്ലേ ലക്ഷ്മി നാരായണന്റെ പദവിയിലേക്ക് കയറുന്നു. 16 വർഷം പോരെ. തെറ്റുകളൊക്കെ സംഭവിച്ചത് ബ്രഹ്മാവിന് അതിൻ്റെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് പറയാനുണ്ടെങ്കിൽ ഈ 16 വർഷം കൊണ്ട് സിമ്പിളായിട്ട് തീർത്തൂടെ? എത്ര വ്യക്തികളെ, എത്ര കോടി ജന്മത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി എന്ന് ബ്രഹ്മാവ് ശരീരമില്ലാതെ സൂക്ഷ്മ ശരീരത്തിൽ സേവാധാരിയായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആർക്കാണോ ശിവബാബയിലൂടെ ശിവബാബയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്, ആ രീതിയിൽ വിളിക്കുമ്പോഴേ ബ്രഹ്മാവിനും വന്ന് സേവനം ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രാമ നിശ്ചിതമാണ്. ഇനി വിഷ്ണു, ബ്രഹ്മാവും അമ്മയും കൂടി ചേർന്നിട്ടുള്ള വിഷ്ണു രൂപം, അതായത് ലക്ഷ്മി നാരായണൻ, അവര് നല്ല സേവാധാരികളാണ്. അവരെ ആ രീതിയിൽ വിളിക്കുമ്പോൾ സ്റ്റേജ് നോക്കണം. ചെറിയ വിളി വിളിച്ചാൽ വരില്ല. ആ സ്റ്റേജിൽ വിളിച്ചു കഴിഞ്ഞാൽ വൈഷ്ണവ രൂപം വന്ന് സേവനം ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ശങ്കരന്റെ ആ പാർട്ട്, അത് ആ രീതിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ശങ്കരനെ ആരാധിക്കുന്നവർക്ക് ശങ്കരന്റെ രൂപത്തിലൂടെ ശിവബാബ സേവനം ചെയ്യുക തന്നെ ചെയ്യും. എന്തും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാബ തന്നെയാണ്. ഡ്രാമയില് ആത്മാക്കള് വിവിധ രീതിയിൽ കർമ്മം ചെയ്ത് തെറ്റുകൾ പറ്റുമ്പോൾ ആ സമയത്ത് ആദ്യം ദേവീദേവന്മാരുടെ ഏതേത് രൂപമാണോ അവര് ആദിയിൽ പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഉപാസിച്ചു വെച്ചിട്ടുള്ളത്, ആ രീതിയിലേക്ക് ഉപാസിക്കുമ്പോൾ അതിൻ്റെ ഫലം നൽകും. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ശരിക്കും ഉണ്ട്. എല്ലാ രൂപങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പ്രപഞ്ചം മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ഥിതിയിലുണ്ട്, ഈ ശരീരത്തിൻ്റെ സ്ഥിതിയിലുണ്ട്. ശരീരത്തിൻ്റെ ഓറ, അതുപോലെ ശരീരം, നാഡീ വ്യവസ്ഥകൾ, ഇതിൻ്റെ ഫുൾ കണക്ഷൻസ്, ഇത് കൃത്യമായി പഠിച്ച് ജ്ഞാനവുമായിട്ട് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. 5 തത്വങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ കണ്ടോ? 5 തത്വങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും. 3 നമ്മുടെ ആയുർവേദം പറയുന്ന പോലെ 3 രീതിയിൽ കഫം, പിത്തം, വാതം. അവിടെ മൂലതോ ബ്രഹ്മരൂപായ, മധ്യതോ വിഷ്ണുരൂപിനെ, അഗ്രത ശിവരൂപിണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൽമരത്തിൻ്റെയൊക്കെ പല അമ്പലങ്ങളുടെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർ മൂർത്തികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആ രീതിയിലുണ്ട്. പിന്നെ ചക്രാസ്, എത്ര ചക്രങ്ങളുണ്ടോ അത്രയും ചക്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് പ്രപഞ്ചം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ശരീരത്തിൻ്റെ അകത്തുണ്ട്.
ആത്മാവില് എല്ലാം സൂക്ഷ്മമായിട്ടാണെങ്കിൽ ഇത് കുറച്ചും കൂടെ വിസ്താരത്തിലേക്കും സ്ഥൂലത്തിലേക്കും ഒക്കെ വന്നു എന്ന് മാത്രം. ട്രിപ്പിൾ ഓം ശാന്തി.